ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പണ്ട് ചെറുതായ സമയത്തെല്ലാം അമ്മായിയും അവരെല്ലാം കൊള്ളിക്കെല്ലാം പോകുമ്പോൾ നമ്മൾ പോകാറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ കല്യാണം കഴിച്ച ശേഷം ഇതുവരെ ഞാനങ്ങനെ പോയിട്ടില്ല. ഇവർ നിന്നെ ആദ്യമായിട്ട് കേട്ടോ സ്ഥലത്ത് വിറകിന് പോകുന്നത്. അപ്പോൾ അങ്ങനെ വിറകിന് പോകാമെന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പുറത്തെ പറമ്പത്തേ കൂടെ നടന്ന് പോവാം. അപ്പോൾ ചെറിയ ഇല്ലിക്കൊള്ളി കിട്ടുമെന്ന് നോക്കിയാന്ന് വെച്ചാൽ വീട്ടിൽ ആകാനായില്ലേ. അപ്പോൾ വലിയ വിറക് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അപ്പൊക്കെ ചുടണ്ടെങ്കിൽ ചെറിയ കൊള്ളി തന്നെ വേണ്ടേ. പിന്നെ അമ്മക്ക് അങ്ങനെ അപ്പെല്ലാം ചുട്ടിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ പിന്നെ ആരും ഇല്ലല്ലോ. ഇവിടെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ചുടാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചെറിയ കൊള്ളി വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു പപ്പിയേച്ചി ഉണ്ട് കേട്ടോ. ഓറയും കൂട്ടിയിട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും കൂടെ പോവുകയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാട്ടാ ഇവിടെയെല്ലാം വരുന്ന കണ്ട സ്ഥലം കണ്ട നമ്മളെ പപ്പിയേച്ചി അതാ മുമ്പിൽ ഒരു കൊക്കയെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട്. കാണിച്ചു തരേ. ഇതാ പപ്പിയേച്ചി. എനിക്ക് വഴിയൊന്നും അറിയില്ല, നമ്മളെ പപ്പിയേച്ചിക്ക് വഴിയെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞാൻ പപ്പിയേച്ചിയും കൂടെ പോകുന്നത്. വെറും ഇതാ ചപ്പ്, ഭയങ്കര ചപ്പ. എന്തെങ്കിലും കുടുന്ന കാണൂല എന്നുവെച്ചാൽ പപ്പിയേച്ചിൻ്റെ വീട്ടിൽ പോകുന്ന വഴി ഇതേപോലെ ചപ്പ. അപ്പോൾ ഒരു ദിവസം പപ്പിയേച്ചി ഒക്കെ അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു, ചുരുട്ട. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. ഞാൻ ആദ്യമായിട്ടോ അങ്ങനത്തെ പാമ്പിനെ കാണാൻ, ഇതുവരെ കണ്ടിട്ടില്ല. കാണുമ്പോൾ വേണ്ട ഭഗവാനെ. അപ്പോൾ ആ കാട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര കാടാണല്ലോ പപ്പിയേച്ചി. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കാട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് കൊള്ളിയൊക്കെ എടുക്കണം. കാരണം കൊള്ളി എടുക്കുന്ന വീട്ടിൽ പിടിച്ചു തരാനൊന്നും ആരുമില്ല. അതുകൊണ്ട് വിറകൊക്കെ പൊറുക്കിയെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരിക്കും തളർന്ന കേട്ടാ. അത് നമ്മളെ പപ്പിയേച്ചി ഏതാ കെട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടി കേട്ടാ. പിന്നെ നമ്മൾ രണ്ടാളും എടുക്കുന്നതൊന്നും പിടിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം എല്ലാം വിറകെല്ലാം പൊറുക്കി കഴിഞ്ഞ ശേഷം ഒരു വീഡിയോ എടുക്കാൻ വെച്ചിട്ടാട്ടോ. വേർത്ത് കുളിച്ച് ഞാൻ ആദ്യമായിട്ട് കേട്ടോ വരുന്ന എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം. പക്ഷെ നല്ല രസമായിരുന്നു. എന്നുവെച്ചാൽ പേടിയുണ്ടേ, നല്ല കാടാണ്. അതുകൊണ്ട് പാമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് മറ്റേ സാധാരണ വള്ളിച്ചെരുപ്പ് ആയതുകൊണ്ട് വഴുതി പോകുന്നൊരു പേടി ഉണ്ടായിരുന്നേ. അത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പപ്പിച്ചത് വിറക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് കെട്ടിത്തരുന്നുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഒരിക്കലും എടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ടാകുമ്പോൾ വന്ന് എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ്. കാരണം അതിൽ കൂടെ ഭയങ്കര വിഷമാക്കണ്ട. ആ കാട്ടിൽ കൂടെ ഒക്കെ പോകണം കണ്ട. തേച്ചും കാടാണ്, നല്ല കാടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ വീടിൻ്റെ വേക്കിൽ നിന്നിട്ട് എല്ലാം അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കരുതി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുക, ഒരു വീഡിയോ കൂടി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മളെ പപ്പിയേച്ചി വിറകൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് എടുക്കാനാട്ടോ അത് കെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഉപകാരം തന്നെയാണ് പപ്പിയേച്ചി വന്നത്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല. ഈശ്വര അപ്പം ചൂടാനില്ല, എന്നാൽ ചെയ്യുക, കുഞ്ഞ് വിറക് വേണ്ടേ, ഇല്ലിക്കൊള്ളിൽ അങ്ങനെ ആണെന്ന് തോന്നുന്നു അപ്പം ചൂടുക. അപ്പോൾ അതൊക്കെ വെച്ച് ഭയങ്കര ടെൻഷനായി. പിന്നെ വെച്ചാൽ എൻ്റെ അമ്മക്കൊന്നും ആവില്ല, ഏട്ടൻ്റെ അമ്മക്കും ആവില്ല. അപ്പോൾ പ്രായമായി, പിന്നെ അമ്മക്ക് സുഖമില്ല. പിന്നെ ഈ ഭാഗത്തൊന്നും എനിക്കങ്ങനെ അറിയേയില്ല. ഇതാവും പപ്പിയേച്ചി അമ്മ വന്ന് സഹായിച്ചു തന്നു. പിന്നെ ഇതായി അതിന് വലിയൊരു ഉപകാരം തന്നെയാണ് അത്. കാരണം നമ്മളെപ്പോലത്തെ എന്താ പറയുക, ആരുമില്ലെങ്കിൽ ദൈവം തുണാന്ന് പറയുന്ന പോലെ ആരെങ്കായിട്ട് എന്തെങ്കിലും സഹായം, അത്ര തന്നെ. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് 26 കണ്ടായില്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ കൂടുതൽ അടുത്ത മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഓരോരുത്തരെല്ലാം ഇങ്ങനെ ഓർത്തിട്ടൊക്കെ എഴുതി വെച്ചൊക്കെ വിളിക്കലാണ്. തന്നെ ആരെങ്കിലും വിട്ടുപോയെന്നൊന്നും അറിയില്ല. പരമാവധി എല്ലാവരോടും നമ്മളെ ഫ്രണ്ട്സായാലും ബന്ധുക്കളായാലും അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി വിറകൊക്കെ കെട്ടിയിട്ട് എടുത്തിട്ട് പോകണം. ഒരു കെട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.